ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ അങ്ങനെ ആദ്യമായിട്ടൊരു ഓൺ വോയിസ് വീഡിയോ ഇട്ടിരിക്കുക ഞാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ വോയിസ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക. അപ്പം നമുക്കിന്ന് എന്താ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത 2 സൺസ്ക്രീനിൻ്റെയാണ്. രണ്ട് ബ്രാൻഡ്, അതുപോലെ തന്നെ രണ്ടിൻ്റെയും പ്രൈസും രണ്ടും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയണത്. അല്ലാതെ ആ പ്രൊഡക്റ്റിന് ഞാൻ കുറ്റം പറയണില്ല. എനിക്കുണ്ടായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത്, ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീനാണിത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സൺസ്ക്രീനാണിത്. ഇതിൽ SPF 50 ഉണ്ട് എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. ഇതെനിക്ക് തീരെ സൂട്ടാവണില്ല. എനിക്ക് യൂസ് ആക്കാൻ തീരെ ഇഷ്ടമായില്ല. ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്ത ശേഷം എനിക്ക് പിന്നെ എല്ലാ സൺസ്ക്രീനും ഇതുപോലെ ആയിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു സൺസ്ക്രീൻ മേടിച്ചു. പക്ഷേ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഫസ്റ്റ് ഇഷ്ടപ്പെടാത്ത സാധനത്തിനെ കുറിച്ചിട്ടെല്ലാം പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ ഇഷ്ടമുള്ള സാധനത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പം ഞാൻ മേടിച്ചത് ഈ ലാഷ് ഷീൽഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് മേടിച്ചത്. ഇതിൽ SPF 30 ഉണ്ടായിരുന്നു, അവിടെ SPF 50 ഉണ്ടായിരുന്നു. ഇത് ഞാൻ ലുലു മാളിൽ നിന്ന് മേടിച്ചതാണ്, ഓൺലൈൻ സൈറ്റിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല. ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 299 ആണ്. പക്ഷെ ഞാൻ മേടിക്കുന്ന ടൈമിൽ അവിടെ ഒരു ഓഫർ എന്തോ ഉണ്ടായിരുന്നാലും 245 75 അങ്ങനെ എന്തിനോ കിട്ടി. 245 ഓർ 275 ഇതിനെന്തിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ആക്കുമ്പോൾ ഇതിൽ നോ വൈറ്റ് കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോ വൈറ്റ് കാസ്റ്റിനൊന്നും പറഞ്ഞിട്ടില്ല. ലൈറ്റ് വെയ്റ്റ്, ഓയിൽ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് യൂസ് ആക്കി നോക്കുമ്പോൾ എനിക്ക് ഓയിൽ ഫ്രീ ഒന്നും അല്ല. ഫേസിൽ ഫുൾ ഓയിൽ വന്ന പോലെയും നമ്മുടെ സ്കിന്നൊന്ന് ഒരു ഡാർക്കായ പോലെയും ഒരു എങ്ങനെ പറയാം, ഒരു വൈറ്റ് കാസ്റ്റും ഒക്കെ ഉണ്ട്. ഒരു മുഖത്തിങ്ങനെ എണ്ണവാരി ഒഴിച്ച് എങ്ങനെ ഇരിക്കും, ആ ഒരു ഫീലാണ് ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയണത്. ഇതിൽ UV പ്രൊട്ടക്ഷൻ ഉണ്ട്, ലൈറ്റ് വെയ്റ്റ്, ഓയിൽ ഫ്രീ, മോയ്സ്ചർ ബൂസ്റ്റ് ഫോർമുല, പിന്നെ ഇത് SPF 50 PA+++ ആൻഡ് UVB പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പം ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിടിച്ചില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും മേടിച്ച് യൂസ് ആക്കാൻ നിൽക്കുകയാണെങ്കിൽ നോക്കുക. എല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി സൂട്ടാവുന്ന തോന്നുന്നുണ്ട്. പക്ഷേ ഓയിലി സ്കിന്നുള്ളവർക്ക് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. പെട്ടെന്ന് ബ്ലെൻഡ് ആവില്ല സ്കിന്നിൽ. കണ്ടില്ലേ അങ്ങനെയുണ്ട്. ഇത് നമ്മൾ ഒരച്ച് തേച്ച് നമുക്ക് മതിയാകും. എന്നാലോ ഒരു യൂസുമില്ല. കാണിച്ചത് അത് കണ്ടില്ലേ, ഇതാണ് ഈ സൺസ്ക്രീൻ ഇട്ടാൽ ഇങ്ങനൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ വൈറ്റ് കാസ്റ്റ് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഓയിലി ആയിട്ട് ഒരു ബ്ലാക്ക് ടോണിക്ക് നമ്മൾ വരും. നമ്മുടെ സ്കിന്ന് കുറച്ചൊക്കെ ഡാർക്കണായി നമ്മൾ ഒരു ബ്ലാക്ക് കളറിൽ
ആ ഒരു ടൈപ്പാക്കും ഈ സൺസ്ക്രീൻ നമ്മൾ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സൺസ്ക്രീനും. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സൺസ്ക്രീൻ ഉണ്ട് പറഞ്ഞില്ലേ, നമുക്ക് അത് കാണാം. അപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട സൺസ്ക്രീന് കണ്ട് പറഞ്ഞില്ലേ, എനിക്ക് മേടിക്കുമ്പോൾ അത്ര വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും മേടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അടിപൊളിയായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് നമ്മുടെ അക്വലോജിക്കാൻ്റെ സൺസ്ക്രീനാണ് D10+ UV സൺസ്ക്രീൻ. അപ്പോൾ ഈ അക്വലോജിക്കാൻ്റെ സൺസ്ക്രീനാണ്. ഇതും SPF 50+, PA++++ UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ഇത് നമുക്ക് യൂസ് ആക്കാൻ അടിപൊളിയാണ്. ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ അടിപൊളി സാധനമാണ്. ഇതിലെ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ചെറി, ടൊമാറ്റോ ആൻഡ് ഹൈഡ്രോണിക് ആസിഡ്. D10 നമ്മുടെ ഫേസിലുണ്ടാവുന്ന സൺ ടാനും ഒക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ കുറച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനൊക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ ബ്ലൂ ലൈറ്റ് ഇതിൽ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും കൂടി ഉണ്ട്. പിന്നെ ഇത് നല്ല ഈസി ടു ബ്ലെൻഡ് ആകും, സ്കിന്നോട് നല്ല ഇട്ട പോലെ ഉണ്ടാവില്ല, നന്നായിട്ട് അബ്സോർബായി പിടിക്കും. പിന്നെ നമുക്ക് സ്കിന്നിൽ ഒരു വൈറ്റ് കാസ്റ്റും ഉണ്ടാവില്ല ഇത് യൂസ് ആക്കിയാൽ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്, നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിൻ്റെ ഫ്രാഗ്രൻസും ഒക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചത് എങ്ങനെയാണെന്ന്. ഇതിങ്ങനത്തെ ഒരു പമ്പിങ് ട്യൂബിലാണ് വരുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന മതി സാധാ ട്യൂബാണ്, ഇതൊരു പമ്പ് ചെയ്യണതിൻ്റെ വരും. അപ്പം ഞാൻ അത് നേരത്തെ ഈ കയ്യിൽ അപ്ലൈ ചെയ്തു, ഈ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ച്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ അബ്സോർബാണ് ഞാൻ കാണിച്ചിട്ട്, കണ്ടില്ലേ, നോ വൈറ്റ് കാസ്റ്റാണ്, പെട്ടെന്ന് അബ്സോർബ് ആകും. കണ്ടില്ലേ, നേരത്തെ അപ്ലൈ ചെയ്തതും ഈ കൈത്ത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നോട് ഈസി ടു അബ്സോർബ് ആകും. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് പണ്ടത്തെ ഒരു സോപ്പിൻ്റെ പോലത്തേക്കോ ഒരു മണമാണ് ഇതിന്. പക്ഷെ ഇതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ രണ്ടെണ്ണത്തിൽ എനിക്കിഷ്ടപ്പെട്ട സാധനം പറഞ്ഞത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ബിഗിനറാണ്, അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു സൺസ്ക്രീനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ, അക്വലോജിക്കാൻ്റെ. പക്ഷേ ഇതിൽ പ്രിൻറ്റഡ് പ്രൈസ് കൊടുക്കുന്നത് 449 ആണ്, അതായത് 449 രൂപ. പക്ഷെ നമുക്കിത് ഓൺലൈനിൽ ഓഫർ പ്രൈസിൽ കിട്ടും, 300 സംതിങ് അത്രേ വരുള്ളൂ. 300 സംതിങ്, ഒരു 400ൻ്റെ ഉള്ളിൽ കിട്ടും നമുക്ക് ഈ അക്വലോജിക്കാൻ്റെ ഓൺലൈൻ സൈറ്റിൽ. ഓഫർ വരുന്ന സമയത്തൊക്കെ മേടിക്കാൻ പറ്റിയ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ, ടാറ്റ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, വീഡിയോയിൽ ഫുള്ള് പൊട്ടത്തെറ്റായിട്ടുണ്ട് എന്ന് തോന്നുന്നത് അറിയില്ല. അപ്പോൾ വല്ല തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ബൈ.